നമസ്കാരം. LSS പരീക്ഷാ പരിശീലനത്തിൽ നമ്മൾ ഇന്ന് നോക്കുന്നത് GK ആണ്. ആദ്യത്തെ ചോദ്യം, കേരളത്തിലെ ഏറ്റവും വലിയ കായൽ ഏത്? കേരളത്തിലെ ഏറ്റവും വലിയ കായൽ ഏത്? ഓപ്ഷൻസ്: A. ശാസ്താംകോട്ട കായൽ, B. വേമ്പനാട്ട് കായൽ, C. അഷ്ടമുടി കായൽ, D. അഞ്ചുതെങ്ങ് കായൽ. ഉത്തരം ഓപ്ഷൻ B. വേമ്പനാട്ടു കായൽ. കേരളത്തിലെ ഏറ്റവും വലിയ കായൽ വേമ്പനാട്ടു കായലാണ്. രണ്ടാമത്തെ ചോദ്യം, കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണിനം ഏത്? കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണിനം ഏത്? A. എക്കൽ മണ്ണ്, B. കരിമണ്ണ്, C. ചെങ്കൽ മണ്ണ്, D. മണൽ മണ്ണ്. ഉത്തരം ഓപ്ഷൻ C. ചെങ്കൽ മണ്ണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണിനം ചെങ്കൽ മണ്ണിനമാണ്. മൂന്നാമത്തെ ചോദ്യം, കേരളത്തിൻ്റെ പടിഞ്ഞാറ് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന കടൽ ഏത്? കേരളത്തിൻ്റെ പടിഞ്ഞാറ് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന കടൽ ഏത്? ഓപ്ഷൻസ്: A. ബംഗാൾ ഉൾക്കടൽ, B. പസഫിക് സമുദ്രം, C. ഇന്ത്യൻ മഹാസമുദ്രം, D. അറബിക്കടൽ. ഉത്തരം ഓപ്ഷൻ D. അറബിക്കടൽ. കേരളത്തിൻ്റെ പടിഞ്ഞാറ് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന കടൽ അറബിക്കടലാണ്. നാലാമത്തെ ചോദ്യം, കേരളത്തിൽ ഏറ്റവും തെക്കേ അറ്റത്തുള്ള നദി ഏത്? കേരളത്തിൽ ഏറ്റവും തെക്കേ അറ്റത്തുള്ള നദി ഏത്? ഓപ്ഷൻസ്: A. മഞ്ചേശ്വരം പുഴ, B. നെയ്യാർ, C. ചാലക്കുടി പുഴ, D. കോരപ്പുഴ. ഉത്തരം ഓപ്ഷൻ B. നെയ്യാർ. കേരളത്തിൽ ഏറ്റവും തെക്കേ അറ്റത്തുള്ള നദി നെയ്യാറാണ്. കേരളത്തിൽ ഏറ്റവും വടക്കേ അറ്റത്തുള്ള നദിയാണ് മഞ്ചേശ്വരം പുഴ. വടക്കേ അറ്റത്തുള്ള നദി മഞ്ചേശ്വരം പുഴയാണ്. അഞ്ചാമത്തെ ചോദ്യം, തമിഴ്നാടും കർണാടകയും അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ വന്യജീവി സങ്കേതം ഏത്? തമിഴ്നാടും കർണാടകയും അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ വന്യജീവി സങ്കേതം ഏത്? ഓപ്ഷൻസ്: A. മുത്തങ്ങ, B. സൈലന്റ് വാലി, C. പെരിയാർ, D. തേക്കടി. ഉത്തരം ഓപ്ഷൻ A. മുത്തങ്ങ. മുത്തങ്ങ വന്യജീവി സങ്കേതവുമായാണ് തമിഴ്നാടും കർണാടകവും അതിർത്തി പങ്കിടുന്നത്. ആറാമത്തെ ചോദ്യം, കേരളത്തിൽ നിന്നും കിഴക്കോട്ടൊഴുകുന്ന പാമ്പാർ നദി ഏത് ജില്ലയിലൂടെ ഒഴുകുന്നു? കേരളത്തിൽ നിന്നും കിഴക്കോട്ടൊഴുകുന്ന പാമ്പാർ നദി ഏത് ജില്ലയിലൂടെ ഒഴുകുന്നു? ഓപ്ഷൻസ്: A. വയനാട്, B. ഇടുക്കി, C. പാലക്കാട്, D. കോഴിക്കോട്. ഉത്തരം ഓപ്ഷൻ B. ഇടുക്കി. കേരളത്തിൽ നിന്നും കിഴക്കോട്ടൊഴുകുന്ന പാമ്പാർ നദി ഇടുക്കി ജില്ലയിലൂടെയാണ് ഒഴുകുന്നത്. കിഴക്കോട്ടൊഴുകുന്ന നദികളിൽ ഏറ്റവും ചെറിയ നദിയാണ് പാമ്പാർ നദി. കിഴക്കോട്ടൊഴുകുന്ന നദികളിൽ ഏറ്റവും ചെറിയ നദിയാണ് പാമ്പാർ നദി. കേരളത്തിൽ കിഴക്കോട്ടൊഴുകുന്ന നദികൾ മൂന്നെണ്ണമാണുള്ളത്. കിഴക്കോട്ടൊഴുകുന്ന നദികൾ മൂന്നെണ്ണമാണുള്ളത്. കബനി, ഭവാനി, പാമ്പാർ എന്നിവയാണവ. അതിൽ കബനി നദി വയനാട് ജില്ലയിലൂടെയാണ് ഒഴുകുന്നത്. കിഴക്കോട്ടൊഴുകുന്ന നദികളിൽ ഏറ്റവും വലിയ നദിയാണ് കബനി നദി. ഭവാനി നദി പാലക്കാട് ജില്ലയിലൂടെയാണ് ഒഴുകുന്നത്. ഇടുക്കി ജില്ലയിലൂടെ ഒഴുകുന്നത് പാമ്പാറാണ്. പാമ്പാറാണ് കിഴക്കോട്ടൊഴുകുന്ന നദികളിൽ ഏറ്റവും ചെറിയ നദി. ഏഴാമത്തെ ചോദ്യം, മുനിസിപ്പാലിറ്റിയുടെ അധ്യക്ഷനെ വിളിക്കുന്ന പേര്? മുനിസിപ്പാലിറ്റിയുടെ അധ്യക്ഷനെ വിളിക്കുന്ന പേര്? ഓപ്ഷൻസ്: A. പ്രസിഡന്റ്, B. മേയർ, C. ചെയർമാൻ, D. കൺവീനർ. ഉത്തരം ഓപ്ഷൻ C. ചെയർമാൻ. മുനിസിപ്പാലിറ്റിയുടെ അധ്യക്ഷൻ ചെയർമാനാണ്. മുനിസിപ്പാലിറ്റിയുടെ തലവൻ ചെയർമാനാണ്. പഞ്ചായത്തിൻ്റെ തലവൻ പ്രസിഡൻ്റാണ്. പഞ്ചായത്തിൻ്റെ തലവനെ വിളിക്കുന്ന പേര് പ്രസിഡന്റ് എന്നാണ്. കോർപ്പറേഷൻ്റെ തലവനെ വിളിക്കുന്ന പേര് മേയർ എന്നാണ്. കോർപ്പറേഷൻ്റെ തലവനെ മേയർ എന്നും പഞ്ചായത്ത് തലവനെ പ്രസിഡന്റ് എന്നും മുനിസിപ്പാലിറ്റിയുടെ അധ്യക്ഷനെ ചെയർമാൻ എന്നുമാണ് വിളിക്കുന്നത്. കേരളത്തിലെ നിയമസഭാ മന്ദിരം എവിടെയാണ്? കേരളത്തിലെ നിയമസഭാ മന്ദിരം എവിടെയാണ്? ഓപ്ഷൻസ്: A. കൊച്ചി, B. കോഴിക്കോട്, C. ആലപ്പുഴ, D. തിരുവനന്തപുരം. കേരളത്തിലെ നിയമസഭാ മന്ദിരം തിരുവനന്തപുരം ജില്ലയിലാണ്. ഒൻപതാമത്തെ ചോദ്യം, താഴെ കൊടുത്തവയിൽ ഇടുക്കി, എറണാകുളം ജില്ലകളിലൂടെ ഒഴുകുന്ന നദി ഏത്? താഴെ കൊടുത്തവയിൽ ഇടുക്കി, എറണാകുളം ജില്ലകളിലൂടെ ഒഴുകുന്ന നദി ഏത്? ഓപ്ഷൻസ്
എ ഭാരതപ്പുഴ, ബി പെരിയാർ, സി ചാലിയാർ, ഡി മണിമലയാർ. ഉത്തരം ഓപ്ഷൻ ബി പെരിയാർ. പെരിയാറാണ് ഇടുക്കി എറണാകുളം ജില്ലകളിലൂടെ ഒഴുകുന്ന നദി. 10ാമത്തെ ചോദ്യം, ഒരു ഗ്രാമപഞ്ചായത്ത് മെമ്പറുടെ കാലാവധി എത്ര വർഷമാണ്? ഒരു ഗ്രാമപഞ്ചായത്ത് മെമ്പറുടെ കാലാവധി എത്ര വർഷമാണ്? ഓപ്ഷൻസ് എ 3 വർഷം, ബി 4 വർഷം, സി 5 വർഷം, ഡി 6 വർഷം. ഉത്തരം ഓപ്ഷൻ സി 5 വർഷം. ഗ്രാമപഞ്ചായത്ത് മെമ്പറുടെ കാലാവധി 5 വർഷമാണ്.